2010 ഒക്ടോബർ 1 അന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് ബ്രഹ്മാണ്ഡം എന്ന വാക്കിന് 100% നീതി പുലർത്തിക്കൊണ്ട് ബ്രഹ്മാണ്ഡ സംവിധായകനായ ശങ്കറും സാക്ഷാൽ തലൈവർ രജനീകാന്ത് ഒരു സിനിമ ഇറക്കി. എന്തിരൻ. 2007 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ശിവാജി ദി ബോസിന്റെ ടീം വീണ്ടും ഒന്നിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അത് വലിയ ആവേശം തന്നെയായിരുന്നു. 2008 അനൗൺസ് ചെയ്ത ഈ ചിത്രത്തിന് ജനങ്ങൾ കാത്തിരുന്നത് 2 വർഷത്തോളമാണ്. എന്നാൽ ഇതിന്റെ സംവിധായകനായ ശങ്കർ ഈ സിനിമയ്ക്കായി കാത്തിരുന്നത് 12 വർഷം. ഒരുപാട് കഷ്ടപ്പാടുകളും പ്രതിസന്ധികളൊക്കെ നേരിട്ടാണ് ശങ്കർ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചത്. പക്ഷെ ശങ്കർ ഇത്രയും വർഷം കാത്തിരുന്നതിന്റെ ബലം തീർച്ചയായിട്ടും ഉണ്ടായി. എന്തിരന്റെ VFX ഒക്കെ ഇന്ന് കണ്ടാൽ പോലും ടോപ്പ് നോച്ച് ഐറ്റമാണ്. എന്തിരൻ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. റിലീസായി 15 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇതിലെ ഡയലോഗും സീൻസും രജനിയുടെ സ്വാഗും ഐക്കോണിക് ആണ്. പിന്നെ പാട്ടുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പല ജിമ്മന്മാരുടെയും റീൽസ് ഭരിക്കുന്ന ഐറ്റം. ഇന്നത്തെ വീഡിയോയിൽ എന്തിരൻ എന്ന സിനിമയുടെ രസകരമായ പിന്നാമ്പുറ കഥകളിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. 1996 ഇന്ത്യൻ എന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് ശേഷം സൂപ്പർ സ്റ്റാറുമായി ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായി ശങ്കർ രജനി സാറിന്റെ അടുത്തേക്ക് എത്തി. അവിടെ വെച്ച് ശങ്കർ 3 കഥകളാണ് തലൈവരോട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തേതാണ് എന്തിരൻ. പക്ഷെ അന്ന് അതിന്റെ പേര് റോബോ എന്നായിരുന്നു. പിന്നെ ഒരുപാട് സയൻസും കാര്യങ്ങളൊക്കെ അതിലുള്ളത് കൊണ്ട് തമിഴ് പ്രേക്ഷകർക്ക് അന്ന് അതിൽ അത്ര എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ടും ഇത് വർക്കാവില്ല എന്ന് രജനി പറഞ്ഞു. അങ്ങനെ അത് ഒഴിവാക്കി. പിന്നീട് പറഞ്ഞ 2 കഥകളാണ്. ഒന്നൊരു പൊളിറ്റിക്കൽ സോഷ്യൽ സിനിമ, മറ്റേത് ഒരു റിവെഞ്ച് സിനിമയിൽ. എന്നാൽ അതും രജനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അതേ സ്ക്രിപ്റ്റുകളാണ് ശിവാജി ദി ബോസും ഐ എന്ന പേരിൽ ശങ്കർ പുറത്തിറക്കിയത്. രജനീകാന്ത് ഉപേക്ഷിച്ച റോബോ സ്ക്രിപ്റ്റുമായി ശങ്കർ നേരെ കമൽ സാറിനെ പോയി കണ്ടു. കമൽ സാർ പിന്നെ വെറൈറ്റി ട്രൈ ചെയ്യുന്നതിൽ ഒരു കൊമ്പനാണെന്ന് നമുക്കറിയാലോ. കമൽ സാറിന് ആ സിനിമ വളരെയധികം ഇഷ്ടമായി. ഇന്ന് നമ്മൾ കാണുന്ന എന്തിരന്റെ കഥയല്ലായിരുന്നു അന്ന്. 2200-3000 കാലഘട്ടത്തിൽ ചെന്നൈയിൽ നടക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി ത്രില്ലർ ആയിരുന്നു കോൺസെപ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കാലത്തെ ശങ്കറിന്റെ ഒരു കോൺസെപ്റ്റ്. മറ്റു പല സംവിധായകരും സ്വപ്നത്തിൽ പോലും കാണാത്ത ഐഡിയകളാണ് ശങ്കർ അന്ന് ഒരു ഫുൾ സ്ക്രിപ്റ്റായി തയ്യാറാക്കി വെച്ചിരുന്നത്. പിന്നെ ശങ്കറിനെ അറിയാലോ, സിനിമയ്ക്ക് വേണ്ടി പൈസ പൊട്ടിക്കാൻ ആളൊരു മിടുക്കനാണ്. പിന്നെ പൈസ പൊട്ടിച്ചാലും ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നിരിക്കും. ഇപ്പോഴത്തെ ശങ്കറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പഴയ ശങ്കറിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ റോബോ എന്ന ആ സിനിമയ്ക്ക് അന്ന് സൗത്ത് ഇന്ത്യയിൽ ഇന്നേ വരെ വരാത്ത ബഡ്ജറ്റ് ആയിരുന്നു എസ്റ്റിമേറ്റ് ഇട്ടിരുന്നത്. നായികയായിട്ട് ആദ്യം ശങ്കർ സമീപിച്ചതും ഐശ്വര്യ റായിനെ തന്നെയായിരുന്നു. എന്നാൽ എന്തൊക്കെയോ തിരക്ക് മൂലം അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബോളിവുഡിലെ അന്നത്തെ ലീഡിംഗ് സ്റ്റാറായ പ്രീതി സിൻഡ ആ വേഷം ഏറ്റെടുത്തു. അങ്ങനെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിരിക്കുന്ന സമയം കമൽ സാറിന്റെ ഡേറ്റ് ഇഷ്യൂ കാരണം പടം അവിടെ വെച്ച് നിന്നുപോയി. പിന്നെ മറ്റൊരു കാരണം പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. കാലഘട്ടം അറിയാലോ, 2000 തുടക്കമാണ്. നല്ലൊരു എമൗണ്ട് അതിനുവേണ്ടി ചിലവാക്കിയാൽ മാത്രമേ ശങ്കറിന്റെ ആഗ്രഹം പോലെ ആ സിനിമ പൂർത്തിയാക്കാൻ പറ്റൂ. അങ്ങനെ ആ സിനിമ അവിടെ വെച്ച് നിന്നുപോയി. ഒരുപക്ഷെ അന്ന് ആ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവമായി മാറുമായിരുന്നു അത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രജനീകാന്ത് അന്ന് ശങ്കർ പറഞ്ഞ ഒരു കഥ സിനിമയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ശിവാജി ദി ബോസ് സംഭവിച്ചു. പക്ഷെ അന്നും ശങ്കറിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയ റോബോ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് തീർച്ചയായിട്ടും തമിഴ് ഇൻഡസ്ട്രിക്ക് താങ്ങാനാവുന്നതിനും മേലെയായിരുന്നു. അതുകൊണ്ട് ശങ്കർ ശിവാജിക്ക് ശേഷം റോബോയുടെ സ്ക്രിപ്റ്റുമായി നേരെ ബോളിവുഡിലേക്ക് പോയി. അവിടെ വെച്ച് കിങ് ഖാനുമായി ആ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. കഥ ഒത്തിരി ഇഷ്ടപ്പെട്ട SRK അത് താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാമെന്ന് സമ്മതിച്ചു. റെഡ് ചില്ലീസിന്റെ VFX ക്വാളിറ്റിയെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ. റാവൺ എന്ന സിനിമയിൽ നമ്മളത് കണ്ടതാണ്. നായികയായി പ്രിയങ്ക ചോപ്രയും എത്തി. പക്ഷെ SRK അനാവശ്യമായിട്ട് ശങ്കറിന്റെ സ്ക്രിപ്റ്റിൽ കൈവച്ചപ്പോൾ അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണം അതും അവിടെ വെച്ച് ഡ്രോപ്പായി. അങ്ങനെ വേറെ ഒരു വഴിയുമില്ലാതെ ശങ്കർ വീണ്ടും ഈ സ്ക്രിപ്റ്റുമായി രജനിയുടെ അടുത്തേക്ക് തന്നെ എത്തി. ആ സമയം എന്തിരന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി ശങ്കർ മറ്റൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ആ കഥ രജനിക്ക് ഇഷ്ടപ്പെടുകയും അതിന് ഡേറ്റും നൽകി. രജനി സാർ ഡേറ്റ് നൽകിയതുകൊണ്ട് ശങ്കർ സ്ക്രിപ്റ്റിൽ കുറച്ച് രജനി സ്റ്റൈലും ആഡ് ആക്കി. നായികയായിട്ട് ഐശ്വര്യ റായ് തന്നെയായിരുന്നു ശങ്കറിന്റെ മനസ്സിൽ ആദ്യമേ. അങ്ങനെ ഐശ്വര്യ റായും വന്നെത്തി. പ്രൊഫസർ ബോറയുടെ റോള് ചെയ്യാൻ ആദ്യം ശങ്കർ സമീപിച്ചത് അമിതാഭ് ബച്ചൻ, JD ചക്രവർത്തി, സത്യരാജ് എന്നിവരെയായിരുന്നു. പിന്നീടാണ് അത് ഡാനിക്ക് വന്നു ചേർന്നത്. പാട്ടുകൾക്ക് വേണ്ടി കോടികൾ പൊട്ടിക്കുന്ന ഒരാളാണ് ശങ്കർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തിരൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തും ശങ്കറും ഇതിന്റെ സിനിമാറ്റോഗ്രാഫറുമായ രത്നവേരും 3 ആഴ്ച കൊണ്ട് ഓസ്ട്രിയ, ജർമ്മനി, പെറു, ബ്രസീൽ, അർജന്റീന പോലത്തെ രാജ്യങ്ങളിലൊക്കെ ടൂർ പോയി. വിശ്രമിക്കാൻ വേണ്ടി പോയതല്ല. കിളിമഞ്ചാരോ, കാതലണുക്കൾ എന്ന പാട്ടുകൾ ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷൻ തപ്പി പോയതാണ്. അങ്ങനെ കിളിമഞ്ചാരോ 100 ബ്രസീലിയൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് പെറുവിൽ വെച്ച് ഷൂട്ട് ചെയ്തു.
കാതൽ അണുക്കൾ എന്ന ഗാനം നോർത്ത് ഈസ്റ്റേൺ ബ്രസീൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഒരു പാട്ടിന് വേണ്ടി ഇത് എവിടെയൊക്കെ പോവും? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അയ്യോ സോറി, ഇത് ആരെക്കുറിച്ചാ പറയുന്നേ? ഒരു പാട്ടിന് വേണ്ടിയിട്ട് ലോകത്തിലെ 7 അത്ഭുതങ്ങൾ പോയി ഷൂട്ട് ചെയ്ത ആളാണല്ലോ ശങ്കർ. ഈ കാര്യം ഒരുവിധം മലയാളികൾക്ക് അറിയാവുന്നതായിരിക്കും. ഈ സിനിമയിൽ ഹനീഫിക്കയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത് കോട്ടയം നസീറാണ്. കാരണം ആ സമയം കൊണ്ട് ഹനീഫിക്ക എന്ന അതുല്യ പ്രതിഭ നമ്മളെ വിട്ടു പോയിരുന്നു. ഐശ്വര്യ റോയുടെ എല്ലാ തമിഴ് സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ തന്നെ ആയിരിക്കും. അറ്റ്ലി എന്ന സംവിധായകൻ ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഉപ്പായമണിയുന്നത് എന്തിരനിലൂടെയാണ്. 2008 എന്തിരൻ അനൗൺസ് ചെയ്തപ്പോൾ ഹീറോസ് ഇന്റർനാഷണലും അയ്യങ്കാറും ഒരുമിച്ചായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരടി കിട്ടി. അവർ പ്രൊഡ്യൂസ് ചെയ്ത 2 സിനിമകളും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അങ്ങനെ എന്തിനു വേണ്ടി ഫണ്ട് ചെയ്യാനില്ലാത്ത അവർ നൈസായിട്ട് ആ സിനിമയിൽ നിന്ന് പിന്മാറി. തകർന്നുപോയ ശങ്കറെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരാൾ അവതാരമെടുത്തു. സൺ പിക്ചേഴ്സിന്റെ ഓണറായ കലാനിധി മാരൻ. പിന്നീട് നടന്നത് ചരിത്രം. இன்னும் ஃபியூச்சர்ல 150 கோடி என்ன 1000 கோடியில கூட படம் எடுப்பாங்க 100% எடுப்பாங்க. இது ஒரு சயின்ஸ் ஃபிக்ஷன். இனிமே கூட இதுக்கப்புறம் நிறைய சயின்ஸ் ஃபிக்ஷன்ஸுங்க வரும். பட் திஸ் இஸ் ஃபர்ஸ்ட் ஆஃப் இட்ஸ் கைண்ட். இந்தியாவிலேயே ஒரு சயின்ஸ் ஃபிக்ஷன் ஹாலிவுட் ஸ்டாண்டர்ட்ல அவங்க அந்த டெக்னீஷியனை வச்சுக்கிட்டு எடுத்தது இது வரைக்கும் கிடையாது. அதுக்காகத்தான் இந்த படம் ஒரு சரித்திரம். രജനി സാർ അന്ന് പറഞ്ഞത് തന്നെ പിന്നീട് സംഭവിച്ചു. ശരിക്കും ഇനി ഇദ്ദേഹമാണോ ഇലുമിനാറ്റി? എന്തിരൻ എന്ന സിനിമ കേരളക്കരയിൽ ഉണ്ടാക്കിയ ഓളം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? രജനീകാന്തിന്റെ ഫിലിം എന്ന് പറയുന്നത് ഒരു ഉത്സവം പോലെയാണ്. എന്തൊരു തിരക്കുണ്ടെങ്കിലും ഓപ്പൺ ഷോ ഞങ്ങൾ കണ്ടിരിക്കും. ഈ പടം നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള പടമാണ്. രജനി ഇങ്ങനെ ഒരു സിനിമ എടുക്കണമെന്ന് നമ്മൾ എത്ര കൊല്ലം കൊണ്ട് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി ഇത്രയും ജനങ്ങൾ ആഹ്ലാദത്തോടെ വന്നിരിക്കുന്നു. ഈ പടം ഹിറ്റാവും നമുക്ക് നല്ല ഉറപ്പുണ്ട്. സൂപ്പർ സിനിമ, ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ പടം. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെന്നിന്ത്യൻ സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിലല്ല, ലോക സിനിമയിൽ തന്നെ ജാക്കി ചാൻ കഴിഞ്ഞാൽ നമ്പർ 1 ഹീറോ ആയിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ രജനി അണ്ണൻ തന്നെയാണ്. സാധാരണ ജനങ്ങൾ മാത്രമല്ല, പല വലിയ സെലിബ്രിറ്റീസും ഈ സിനിമയ്ക്കായി കാത്തിരുന്നു. 2 வருஷமா ரொம்ப ஆவலோட ரசிகர்களா காத்திருந்தேன்னா இன்னைக்கு நிறைய பேர் கிடைக்காத வாய்ப்பு எனக்கு கிடைச்சிருக்கு படம் பார்க்கறது. സാക്ഷാൽ കലൈഗ്നർ M കരുണാനിധി പോലും ഈ സിനിമയ്ക്കായി കാത്തിരുന്നു. கிளைமேக்ஸ் நான் சொன்ன அந்த இது போயிடும், நீங்கள் தேட்டரில் பார்த்தா தான் உங்களுக்கு தெரியும். கிளைமேக்ஸ் பயங்கரமாக இருக்குது, ரொம்ப நல்லா இருக்குது. வெரி நைஸ், வெரி ப்ரௌட். ரஜினி சார் சான்ஸே இல்லை. தலைவா rocking star rock. and நாளைக்கும் போறோம் திருப்பியும் தியேட்டருக்கு. I cannot get enough of watching my dad. so நாங்க வீட்ல இருந்தும் பார்த்திருக்கோம். 6 hours 7 hours எவ்வளோ மேக்கப்க்கு ஸ்ட்ரகிள் பண்ணியிருக்காங்க. ஒரு நாள் கூட அவங்க சலிச்சு நான் பார்த்ததே கிடையாது. and only he can do it. அந்த மேன்லாம் பார்த்தா உங்களுக்கு ഇതുപോലത്തെ സിനിമകൾ ഇനിയും സംഭവിക്കണം. ബ്രഹ്മാണ്ഡ സംവിധായകനായ ശങ്കർ തിരിച്ചു വരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുവായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിച്ചാൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ വീഡിയോസാക്കി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.